അപ്പോൾ നമ്മുടെ സ്വരാജാണ് സ്ഥാനാർത്ഥി. വീട്ടിൽ എല്ലാവരോടും പറയണം, വോട്ട് ചെയ്യാൻ വേണ്ടി പറയണം. ഓക്കെ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രചരണ രീതിയാണ് നിങ്ങളിപ്പോൾ തെരഞ്ഞെടുക്കുന്നത്, വോട്ട് അഭ്യർത്ഥന രീതി. എന്താണ് ഇങ്ങനെ ഒരു രീതി തെരഞ്ഞെടുക്കാൻ കാരണം? അതായത് സ്ഥാനാർത്ഥി ഓരോ പ്രദേശത്ത് പോകുമ്പോഴും ആ പ്രദേശത്തുള്ളവരും വീടുള്ളവരൊക്കെ തൊഴിലിനും പഠനത്തിനും വേണ്ടി പുറത്തേക്ക് പോകുന്നവരാണ്. അപ്പോൾ ഇവർ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലൂടെയാണെന്നുള്ളത് കൊണ്ട് യാത്രക്കാരോട് നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണം എന്നുള്ളതാണ് സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശം എന്നുള്ള എനിക്ക് ഉണ്ടായിരുന്നത്. മറുചേരിയിൽ നിൽക്കുമ്പോഴും സ്വരാജ് വിജയിക്കണമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു വോട്ട് അഭ്യർത്ഥന രീതിയായിട്ട് മുതിർന്നവർ മാത്രമല്ല, വിദ്യാർത്ഥികളും ട്രെയിനിൽ നിന്ന് വ്യാപകമായിട്ട് പ്രചരണം നടത്തുകയാണ് എം സ്വരാജിന് വേണ്ടി. നമുക്ക് നിങ്ങളിപ്പോ ഈ ജെൻസി എന്നാണ് എല്ലാവരും പറയണത്, രാഷ്ട്രീയപരമായിട്ടൊന്നും അറിവില്ലാത്തവരാണെന്നും അങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ജെൻസിനെ കുറിച്ച് പറയാനുള്ളത്? ജെൻസി ഇന്നത്തെ കാലത്ത് വളരെ പ്രതീക്ഷയോടുകൂടി രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ സംവാദങ്ങളെയൊക്കെ നോക്കിക്കാണുന്ന ഒരു വിഭാഗമാണ്. വളരെ തെറ്റിദ്ധാരണ നിറഞ്ഞ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സമൂഹത്തിനിടയിലുണ്ടെങ്കിലും അതെല്ലാം പൊളിച്ചെഴുതുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയിട്ടാണ് ഇതുള്ളത്.